ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീസി ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഈ ഒരു ഡോണറ്റ് തയ്യാറാക്കാൻ മാവ് കുഴയ്ക്ക് മസാല വഴറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണയായി നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഡോണറ്റ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഡോണറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി 500 ഗ്രാം ബോൺലെസ് ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തുണി വെച്ചോ ടിഷ്യൂ വെച്ചോ നന്നായി പ്രസ് ചെയ്ത് അതിൻ്റെ നനവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എരിവിന് വേണ്ടി 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഒരു 4-5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സ്പ്രിംഗ് അണിയൻ 1/3 കപ്പ്, 1/4 കപ്പ് മല്ലിയില, മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായി കുക്ക് ചെയ്ത ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് തീരെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, മൊസറല്ല ചീസ് 1/2 കപ്പ്. ചീസ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 4 ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു തിക്നെസ്സിലാണ് ഈ ഒരു മിക്സ് കിട്ടേണ്ടത്. മാവ് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ബ്രെഡ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഡോണറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ഡോണറ്റ് റെഡിയാക്കി എടുക്കാം. 2 കൈയിലും നന്നായി എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ മാവെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം. ഇനി ഉഴുന്നുവടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ മുഴുവൻ മാവും നമുക്കിതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഡോണറ്റെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് ഒന്നുകൂടി ടൈറ്റായി കിട്ടുന്നതിന് വേണ്ടി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. അടുത്തതായി ഡോണറ്റിന് ഒരു കോട്ടിംഗ് കൊടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഡോണറ്റും ആദ്യം മൈദയിൽ ചെറുതായി ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ബ്രെഡ് ക്രംസ് വെച്ച് വീണ്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഓരോ ഡോണറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഓരോ ഡോണറ്റും നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സിബ്ലോ കവറിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിലോ ആക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇത് ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കുറച്ച് സമയമെടുത്ത് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് കിട്ടുള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റമദാന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.